കറ്റത്തിക്കിളിക്കുടിൻ്റെ വിശേഷം നോക്കിയാലോ? അങ്ങനെ സുനന്ദയും സുഭാഷേട്ടനും തമ്മിലുള്ള കല്യാണത്തിൻ്റെ തിരക്കിലാണല്ലേ. അപ്പോൾ എന്തായാലും അച്ചമ്മയുടെ കണ്ണ് വെട്ടിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മളെ സുനന്ദ. ഇതിൻ്റെ ഇടയിൽ നമ്മളെ ലളിതയ്ക്ക് ധനശേഖരൻ്റെ കോള് വരികയാണ് കേട്ടോ. അന്നേരം ലളിത ബസ് സ്റ്റോപ്പിലായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്, ഞാൻ വീട്ടിൽ കുറച്ച് പെർഫ്യൂംസ് എടുത്ത് വെച്ച് മറന്നിട്ടുണ്ട്, അപ്പം നീ പോകുന്ന ആ ബന്ധു വീട്ടിലേക്ക് അതും കൂടി കൊണ്ടുപോകണം. ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് അവർക്കൊന്നും കൊടുത്തില്ല എന്നുള്ള പരാതി ഉണ്ടാവും, അതുകൊണ്ട് നീ കൊണ്ടുപോകണം എന്നൊക്കെ പറയുന്നുണ്ട്. ലളിതയാണെങ്കിൽ പറയുന്നുണ്ട്, ഞാനിപ്പോൾ ബസ് സ്റ്റോപ്പിലെത്തി, ഇനിയും അങ്ങോട്ട് നടക്കണ്ടേ, അതൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷെ ധനശേഖരനാണെങ്കിൽ സമ്മതിക്കുന്നില്ല. നീ കൊണ്ടുപോയേ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട്. രണ്ടടി അങ്ങോട്ട് നടക്കാനല്ലേ ഉള്ളൂ. അപ്പോൾ ഇനിയും തിരിച്ച് വീട്ടിലേക്ക് പോയിട്ട് അത് എടുത്തു വരുമ്പോഴത്തേനും നേരം വൈകുമെന്ന് വിചാരിച്ചിട്ട് ലളിത ആദ്യം പോവാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. എന്തായാലും പിന്നെ ധനശേഖരൻ്റെ നിർബന്ധം മൂലം ലളിതയ്ക്ക് പിന്നെ വീട്ടിൽ പോവാന്നുള്ള തീരുമാനമായി. അപ്പോഴേക്കും നമ്മളെ സുനന്ദ അച്ചമ്മയുടെ കണ്ണ് വെട്ടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. ആ സമയത്തായിരിക്കും ലളിത വീട്ടിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ അവർ പരസ്പരം കണ്ടുമുട്ടുന്നു. അങ്ങനെ ലളിത ചോദിക്കും, നീ എങ്ങോട്ടാന്ന് ചോദിക്കുമ്പോൾ ഞാൻ അമ്പലത്തിലേക്കാണെന്ന് പറയുന്നുണ്ട് സുനന്ദ. ഈ നേരത്ത് എന്താ അമ്പലത്തിൽ, നീ 8 മണിക്ക് മുന്നേ പോകുന്നതല്ലേ, എന്താ ഈ സമയത്ത് അമ്പലത്തിൽ പോയാലെന്ന് ചോദിക്കുന്നുണ്ട് അവളെ. എന്താ നിൻ്റെ ബാഗിൽ നിന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലാതെ നീ വെറും ബാഗായിട്ടാണോ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ബാഗ് നമ്മൾ സുനന്ദയുടെ കയ്യിൽ നിന്ന് ലളിത തട്ടിപ്പറിക്കുന്നുണ്ട്. അങ്ങനെ അവൾക്ക് ദേഷ്യം വന്നിട്ട് അവൾ പറയാണ്, ഞാൻ സുഭാഷേട്ടൻ്റെ അടുത്തേക്കാണ് പോണത് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് വെച്ച കല്യാണം എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ സുഭാഷേട്ടൻ്റെ അടുത്തേക്ക് പോവുകയാണെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നമ്മളെ ഇത്രയും കാലം ഉണ്ടായിരുന്ന ഒരു സുനന്ദ അല്ല കേട്ടോ അന്നേരം ഉണ്ടായിരുന്നത്. സുനന്ദ എന്തായാലും അത്യാവശ്യമൊക്കെ കാര്യങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയമായപ്പോഴത്തേക്കും അവളുടെ ബാഗൊക്കെ അമ്മ തട്ടിപ്പറിച്ച് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മളെ ലളിതയ്ക്ക് മനസ്സിലായി. അങ്ങനെ ലളിത സുനന്ദയെ വലിച്ചുകൊണ്ട് അകത്തേക്ക് പോവുക കേട്ടോ. അകത്ത് പോയിട്ട് അച്ചമ്മയോട് ആദ്യം ചൂടാവുന്നുണ്ട്, നിങ്ങളെ ഏൽപ്പിച്ച് പോയതല്ലേ ഞാൻ, എന്നിട്ടാണോ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ചമ്മ പറഞ്ഞ്, എന്നോട് പോവുകയാണെന്ന് പറഞ്ഞിരുന്നു, അമ്പലത്തിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേണ്ട, അമ്മ വന്നിട്ട് എന്തോ ആയിക്കോന്നാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സുനന്ദയുടെ മുഖത്തൊക്കെ നമ്മുടെ ലളിത അടിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് സുനന്ദ വീണ്ടും ബാഗ് തട്ടിപ്പറിച്ച് എൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ താന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും നമ്മളെ ലളിത പോയിട്ട് ഡോറൊക്കെ ലോക്ക് ചെയ്യാണ്. നമ്മളെ സുനന്ദ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവളെ അതിൻ്റെ ഉള്ളിൽ തളച്ചിടുന്നുണ്ട്. എന്തായാലും അവർ തമ്മിലൊരു അടി നടക്കുന്നുണ്ട് കേട്ടോ അവിടെ, സുനന്ദയും ലളിതയും തമ്മിൽ. എന്തായാലും സുനന്ദ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു കണക്കിനും നമ്മുടെ ലളിത സമ്മതിക്കുന്നില്ല അവിടെ വിട്ട് പോകാൻ വേണ്ടിയിട്ട്. എന്തായാലും നമ്മുടെ സുനന്ദയുടെ പ്ലാനിങ് ഒക്കെ തകർന്നു എന്ന് തോന്നുന്നുണ്ട്. ഇനി അവിടെ വിട്ട് സുനന്ദയ്ക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഇപ്പോൾ എല്ലാവരും അറിഞ്ഞ് ഇനിയിപ്പോൾ എന്തായാലും സുനന്ദയുടെ മേൽ ഒരു കണ്ണുകൂടി കൂടുതലുണ്ടായിരിക്കും. എന്തായാലും നമ്മളെ നിധിയുടെ പ്ലാനിങ്ങും സുഭാഷ് ചേട്ടൻ്റെ സന്തോഷവും എല്ലാം ഇല്ലാതെയാവുകയാണ് ഒറ്റയടിക്ക്. എന്തായാലും അമ്പലത്തിൽ നമ്മൾ സുഭാഷ് ചേട്ടൻ സുനന്ദയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിപ്പിലാണ്. അപ്പം ഇനി ഇവരിത് എങ്ങനെ ഫേസ് ചെയ്യും ഇല്ലേ എന്നൊക്കെ നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാൻ കഴിയും. അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യും. ബൈ.